സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF സംഘടിപ്പിച്ച പുതുയുഗ യാത്രയ്ക്ക് പരിസമാപ്തിയായി. കോൺഗ്രസിൻ്റെ യുവരാജാവ് രാഹുൽ ആണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്. പതിവ് പോലെ രാഹുൽ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെ നുള്ളി നോവിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരം BJP നേതൃത്വം കൊടുക്കുന്ന NDAയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലായിരിക്കും എന്ന് രാഹുലിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. CPM, CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇപ്പോൾ നിലവിൽ ഇന്ത്യ മുന്നണിയിൽ ഇല്ലെങ്കിലും ആ ഇന്ത്യ മുന്നണിയുടെ തണലിലാണ് അവർ നിൽക്കുന്നതെന്ന് വ്യക്തമാണ്. കേരളത്തിന് പുറത്ത്, അതായത് വാളയാർ ചുരം കടന്നാൽ പിന്നെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും CPIയുടെയും ഒക്കെ കൊടികൾ കൂട്ടിക്കെട്ടിയാണ് അവർ തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. കൈപ്പത്തിയും അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാളും നെൽക്കതിരും ഒക്കെ ഒത്തുചേർന്ന് വോട്ട് തേടുന്ന കാഴ്ച നമുക്ക് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും കാണാം. അവിടെ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും അരിവാൾ നെൽക്കതിരിനും ചുവന്ന കൊടിക്കുമൊന്നും മാർക്കറ്റ് തീരെ ഇല്ലെങ്കിലും ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തെളിയിക്കാൻ ഇടതുപക്ഷം ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കാറുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ പറയുന്നത് പോലെ ഒരു UDF LDF മത്സരം ആണോ നടക്കാൻ പോകുന്നത് എന്ന് സംശയം തോന്നും ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ കേട്ടാൽ. കാരണം അദ്ദേഹം ആ യാത്രയിലെമ്പാടും പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴടങ്ങി, ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വ്യാപാര കരാറിൽ ഒപ്പിട്ടു, അതുപോലെ എപ്സ്റ്റീൻ ഫയൽസിൽ ഇനിയും പ്രധാനമന്ത്രിക്കെതിരെ ഒരുപാട് പരാമർശങ്ങളുണ്ട് എന്നൊക്കെയാണ്. ഇതിനൊക്കെ ഈ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് എന്താണ് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധി ഒന്നുകൂടി പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് അതുപോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് എന്ന്. രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്തൊക്കെയോ രഹസ്യങ്ങൾ, തുറുപ്പ് ചീട്ടുകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കൈവശമുണ്ട്. അത് വെച്ച് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി രഹസ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈവശമുണ്ട്. അത് സ്വർണ്ണക്കടത്താണെങ്കിലും ശരി, സ്വർണ്ണക്കൊള്ളയാണെങ്കിലും ശരി, വിദേശത്തേക്ക് ഡോളർ കടത്തിയതാണെങ്കിലും ശരി, ലാവലിൻ അഴിമതി തുടങ്ങി ഇങ്ങ് ഏറ്റവും ഒടുവിലെ AI ക്യാമറ പോലെയുള്ള വിഷയങ്ങൾ വരെയുള്ള സംഭവങ്ങളിൽ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിരട്ടി വരുതിയിൽ നിർത്താൻ കഴിയുന്ന ചില രഹസ്യങ്ങൾ കൈവശമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത്. ഇത് എന്ത് തരം രാഷ്ട്രീയമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ ആരാണ് UDFൻ്റെ പ്രധാന എതിരാളി? ഇത് കുറഞ്ഞ പക്ഷം KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ ഈ രാഹുൽ ഗാന്ധിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ നല്ലതാണ്. കേരളത്തിൽ BJP നിലവിൽ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കുകയും കേന്ദ്ര സഹമന്ത്രി ആവുകയും ചെയ്തു. അത് കേന്ദ്രത്തിലാണ്, കേരളത്തിലല്ല. കേരളത്തിൽ ഇന്ന് ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി, അതായത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷവും പ്രതിപക്ഷത്തിരുന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് കോൺഗ്രസ്.
ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിയാണ് ഈ 10 വർഷവും പ്രതിപക്ഷത്തിരുന്നത്. BJPക്ക് ആദ്യത്തെ 5 വർഷം ഒരു MLA ഉണ്ടായിരുന്നു, പിന്നീട് അതും ഇല്ലാതായി. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയെ രാഹുൽ എന്തിനാണ് ഇത്രയും ഭയക്കുന്നത്? ഈ പറയുന്നത് പോലെ BJP കേരളത്തിൽ കോൺഗ്രസിനെ മലർത്തിയടിക്കാൻ തക്കവണ്ണം കരുത്ത് നേടി എന്നാണോ രാഹുൽ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ ശരിയാണ്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന CPIM-ഉം LDF-ഉം നിങ്ങൾക്ക് ആരാണ്? അത് നിങ്ങൾ തമ്മിൽ മച്ചാൻ ബന്ധമാണോ അതോ രാഷ്ട്രീയ എതിരാളികളാണോ നിങ്ങൾ രണ്ടുപേരും? ഈ ചോദ്യത്തിന് പലപ്പോഴും ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നും ഉത്തരം ലഭിക്കാറില്ല. ഇവിടെ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ട രാഹുൽ പക്ഷേ സംസ്ഥാന സർക്കാരിനെ മൃദുവായി ചെറിയൊരു തൂവൽ സ്പർശം മാത്രം നടത്തിയിട്ടാണ് മടങ്ങിയത്. എന്നാൽ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ഈ പുതുയുഗ യാത്ര നടത്തിയ VD സതീശൻ തുടങ്ങി എല്ലാ നേതാക്കളും പ്രധാനമായും ടാർഗറ്റ് ചെയ്തത്, ആക്രമിച്ചത് പിണറായി വിജയൻ സർക്കാരിനെയാണ്, അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണ്. എന്തുകൊണ്ടോ രാഹുൽ ഗാന്ധിക്ക് മാത്രം ഇത് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചോദിച്ചാലും മോദി 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 എന്ന ഒരു ജൽപ്പനം മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം, എന്നെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹം. ഈ ആഗ്രഹം സാധിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹം ആ പല്ലവി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രാഹുൽ എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രിയായിരിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്താൻ സാധിക്കില്ല, മറിച്ച് എല്ലാ കാലത്തും അദ്ദേഹം ഭാവി പ്രധാനമന്ത്രി തന്നെയായി തുടരും എന്ന്. ഈ ഒരു സാഹചര്യത്തെ ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ LDF-ഉം ഒരു യാത്ര നടത്തി, മേഖലാ ജാഥ. അതുപോലെ UDF പുതുയുഗ യാത്ര നടത്തി. BJP നേതൃത്വം കൊടുക്കുന്ന NDA ഇത്തരം യാത്രകൾക്കൊന്നും പോയില്ല. പകരം ജില്ലകൾ തോറും സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി പരാതികൾ, നിവേദനങ്ങൾ ഒക്കെ സ്വീകരിക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടും നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കുന്നുണ്ട്. BJPയെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതെല്ലാം പരിഹരിച്ചു കൊടുക്കും എന്ന ഉറപ്പാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ BJP നൽകി വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ LDF-ൻ്റെ മേഖലാ ജാഥ തുടർഭരണത്തിന് വേണ്ടി മുഖ്യ പ്രതിപക്ഷമായ UDF-നെതിരെയാണ്. UDF ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരള ഭരണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സഖാവ് പിണറായി വിജയൻ്റെ പ്രധാന ആരോപണം. എന്നാൽ ഈ സർക്കാരിനെതിരെ പുതുയുഗ യാത്ര നടത്തിയ UDF-ഉം കോൺഗ്രസും സർക്കാരിൻ്റെ വീഴ്ചകൾ, പരാജയങ്ങൾ, ജനദ്രോഹ നയം, തീരുമാനങ്ങൾ ഒക്കെ അക്കമിട്ട് നിരത്തുന്നു. ഇങ്ങനെ LDF-ഉം UDF-ഉം കേരളത്തിൽ കൊണ്ടും കൊടുത്തും മുന്നേറുമ്പോഴാണ് UDF-ൻ്റെ ഈ മൂർച്ചയേറിയ ആയുധങ്ങളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി അവതരിച്ച് ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ വിളമ്പിയിട്ട് ഡൽഹിക്ക് മടങ്ങുന്നത്. കുറഞ്ഞ പക്ഷം അദ്ദേഹം ആലോചിക്കേണ്ടതാണ് തൻ്റെ ഈ പ്രസ്താവനകൾ എങ്ങനെ UDF-നെ ബാധിക്കും എന്ന് അദ്ദേഹം ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കേരളത്തിൽ LDF ആണ് UDF-ൻ്റെ പ്രധാന ശത്രു എന്ന് കൃത്യമായിട്ടും UDF നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ അവർ BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തേനെ. കാരണം UDF നേതാക്കൾക്ക് രാഷ്ട്രീയം അറിയാം കേരളത്തിലെ. പക്ഷേ എന്തുകൊണ്ടോ ഡൽഹിയിലെ ദന്തഗോപുരത്തിൽ വസിക്കുന്ന കോൺഗ്രസിൻ്റെ യുവരാജാവും യുവ തുർക്കിയുമായ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഈ കാര്യം ഒന്നും അറിയില്ല.
കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം സമ്മതിക്കുന്നു, ഈ പറയുന്നത് പോലെ കേരളത്തിലും ഞങ്ങളുടെ പ്രധാന ശത്രു BJP ആണ് എന്ന്. അതായത് വേണ്ടി വന്നാൽ ഞങ്ങൾ BJPയെ തറപറ്റിക്കാൻ, BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ UDFും LDFും കൂടി ഒരുമിക്കും, ഇന്ത്യ മുന്നണി കേരളത്തിൽ ശക്തമായി നിലകൊള്ളും എന്ന ഒരു സന്ദേശമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ നൽകിയത്. മറിച്ച് LDFിനെതിരായി, പിണറായി വിജയൻ സർക്കാരിനെതിരായി പല്ലും നഖവും ഉപയോഗിച്ച് എതിർപ്പുകൾ ഉയർത്തുമെന്നോ, പിണറായി സർക്കാരിനെ താഴെ ഇറക്കി ഭരണം UDF പിടിക്കുമെന്നോ അല്ല രാഹുൽ പറഞ്ഞത്. ഭരണം കിട്ടാൻ വേണ്ടി LDFിനെ ആക്രമിക്കുന്നതിന് പകരം കുറേ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി പതിവ് പോലെ ചെയ്തത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതേക്കുറിച്ച് പറഞ്ഞത് പൊള്ളയായ വാഗ്ദാനങ്ങൾ, വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. KSRTC എന്ന ഒരു സ്ഥാപനം മാത്രമെടുക്കാം. ആ KSRTC കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾക്ക് ഗതാഗതം സൗകര്യം നൽകുന്നതിന് ഉണ്ടാക്കിയ ഒരു കോർപ്പറേഷനാണ്. ആ KSRTCയുടെ ബസ്സുകൾ സർവീസ് നടത്തി ജനങ്ങൾക്ക് കൃത്യമായ യാത്രാ സൗകര്യം നൽകി വരാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വകാര്യ ബസ്സുകളും ഓടുന്നുണ്ട്. ഈ KSRTC രൂപീകരിക്കപ്പെട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് രാജഭരണകാലത്തെ ആരംഭിച്ചതാണ് ഈ KSRTC സംവിധാനം. എന്നാൽ ആ KSRTC ഇന്ന് എരപ്പോടെടുക്കുകയാണ്. കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് പെൻഷനായ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. വലിയ നഷ്ടത്തിലാണ് KSRTC മുന്നോട്ട് പോകുന്നത്. ഈ KSRTCയെ കടം തീർത്ത് എങ്ങനെ രക്ഷിക്കും എന്ന് ചോദിച്ചാൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന് ഉത്തരമില്ല, പ്രതിപക്ഷത്തിരിക്കുന്ന UDFിനും ഉത്തരമില്ല. അതിൻ്റെ ഇടയിലാണ് രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്ന്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ സമാനമായ വാഗ്ദാനം നൽകി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ സർവീസിൽ അനുവദിച്ചു. ഇന്ന് 1000 കോടി രൂപയ്ക്ക് മേളിൽ ബാധ്യതയിലെത്തി നിൽക്കുകയാണ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. മുമ്പ് 1 രൂപ കടമില്ലാതെ മുന്നോട്ട് പോയിരുന്ന ഒരു പ്രസ്ഥാനം, ഒരു കോർപ്പറേഷൻ ഇന്ന് 1000 കോടിയിലധികം രൂപയുടെ ബാധ്യത ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ നിലവിൽ 1000 കോടിയിലധികം കടമുള്ള അല്ലെങ്കിൽ കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുന്ന KSRTC, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ എന്തായിരിക്കും ഫലം? ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അത് പുതുയുഗ യാത്രയല്ല, അധോയുഗ യാത്രയായിരുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലാണ് രാഹുൽ മണ്ടൻ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ വന്ന് നടത്തിയത്. നമ്മളെല്ലാവരും ആലോചിക്കണം. കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രകടന പത്രികയാണ് തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. ഇത്തരത്തിൽ ഫ്രീബീസ്, സൗജന്യങ്ങൾ നൽകി അധികാരത്തിൽ കയറുന്നവർ അത് കേരള ജനതയോടുള്ള സ്നേഹം കൊണ്ടല്ല, കേരളത്തിൻ്റെ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടല്ല, മറിച്ച് ഈ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി, കേരളത്തെ അതിരൂക്ഷമായ കടക്കണിയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്ത് നാശമുണ്ടായാലും ശരി, ഞങ്ങൾക്ക് അധികാരം കിട്ടണം എന്ന ഒരു ചിന്തയോടെയാണ് ഇത്തരക്കാർ പെരുമാറുന്നത്, ഇത്തരക്കാർ വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്ന തിരിച്ചറിവ് കേരള ജനതയ്ക്ക് ഉണ്ടാകണം. ഈ കാര്യത്തിൽ LDFും മോശമല്ല.
നമ്മൾ മനസ്സിലാക്കണം, കേവലം 2 ആഴ്ചകൾക്ക് മുമ്പാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അതിരൂക്ഷമായ വിമർശനം നടത്തിയത്. ഇങ്ങനെ ഫ്രീബീസ് കൊടുത്ത് അധികാരത്തിൽ കയറുന്ന സർക്കാർ അല്ലെങ്കിൽ പാർട്ടികൾ ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്, ഈ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുകയാണ് എന്ന ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയത്. മാത്രമല്ല, ഈ ഫ്രീബീസിനെതിരെ അതിശക്തമായ, അതായത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ഒരു അഭിപ്രായം കൂടി പരമോന്നത നീതിപീഠം പങ്കുവച്ചു. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, അതായത് ലോകത്തിലെ 4ാം സാമ്പത്തിക ശക്തിയായിരിക്കുന്ന ഭാരതം 3ാം സ്ഥാനത്തേക്ക്, ജർമ്മനിയെ പിന്തള്ളി 3ാം സ്ഥാനത്തിലേക്ക് കേവലം 1-2 വർഷം കൊണ്ട് എത്തിപ്പെടും എന്ന ആ സാഹചര്യത്തെ തകർക്കാനാണ് ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇത് കോൺഗ്രസും രാഹുലും വെറുതെ പറയുന്നതല്ല, ഒരു വലിയ ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു വശത്ത് ഇന്ത്യ മുന്നണിയായിട്ട് ഇടതു വലതു ഭേദമില്ലാതെ അവർ ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്ന സൂചന നൽകുന്നു. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള സൗജന്യ സൗജന്യങ്ങൾ ഇങ്ങനെ വാഗ്ദാനം ചെയ്ത് ജനങ്ങളുടെ വോട്ട് നേടാൻ, ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്നു. ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ പുതുയുഗ യാത്രയുടെ നിറം കെടുത്തുന്ന ഒരു പ്രസംഗമാണ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്ന് കാഴ്ചവെച്ചതെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ.